പുളിയറക്കോണം ബ്ലോക്ക് ഡിവിഷനിൽ NDA BJP സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുന്നത് ജനകീയനായ മണികണ്ഠനെയാണ്. സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ വ്യക്തിയാണ് മണികണ്ഠൻ. സമൂഹത്തിൻ്റെ പൊതുവിഷയങ്ങളിൽ സജീവമായി ഇടപെടൽ നടത്തുന്ന മണികണ്ഠൻ ജനങ്ങളെ സേവിക്കാനുള്ള സുവർണ അവസരമായാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. നാട്ടുകാരും സുഹൃത്തുക്കളും അടങ്ങുന്ന വലിയൊരു സംഘവും മണികണ്ഠനെ പിന്തുണയ്ക്കുന്നുണ്ട്. എൻ്റെ പേര് ഷൈജു എന്നാണ്. ഞാൻ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ആക്റ്റീവായിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഈ BJPയിലോട്ട് വരാൻ കാരണം എന്ന് പറയുന്നത് ഈ ഇടതും വലതുമൊക്കെ മാറി മാറി ഭരിച്ച നമ്മുടെ ഈ ബ്ലോക്കിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരണമെന്നുള്ള മനസ്സിനകത്തുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രമാണ് ഞാൻ ഈ BJPയിലോട്ട് വന്നത്. പിന്നെ നമ്മളെ മണികണ്ഠനെ സംബന്ധിച്ചാണെങ്കിൽ മണികണ്ഠൻ മിലിറ്ററിയിൽ നിന്ന ഒരു വ്യക്തിയാണ്. അതിൽ നിന്ന് അവൻ വന്നതിന് ശേഷം നമ്മുടെ ഈ BJPയുടെ ഈ പ്രതിനിധിയായിട്ട് നമ്മുടെ ഈ വാർഡിൽ ചെയ്തിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് പ്രത്യേകം മണികണ്ഠനോട് നന്ദി പറയുകയാണ്. കാരണം ഏത് പാതിരാത്രി വിളിച്ചിരുന്നിരുന്നാലും എന്താവശ്യമെന്ന് പറഞ്ഞിരുന്നാലും മണികണ്ഠൻ നമ്മളോടൊപ്പം കൂടെ ഉണ്ടാകും. അവിടെ ജാതിയെന്നോ ഇന്ന ജാതിക്കാരനാണെന്നോ ഇന്ന മതക്കാരനെന്നോ അങ്ങനെയൊന്നുമില്ല. ആര് വിളിച്ചിരുന്നാലും ഏത് രാത്രിയായിരുന്നാലും നമ്മളോടൊപ്പം മണികണ്ഠൻ നല്ല ആക്റ്റീവായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തി തന്നെ നമ്മുടെ ഈ ബ്ലോക്കിൽ വിജയിച്ച് വരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ മണികണ്ഠന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അതിന് മണികണ്ഠൻ്റെ വിജയം കാണുന്നത് വരെ തീർച്ചയായിട്ടും നമ്മൾ മണികണ്ഠനോടൊപ്പം നമ്മൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രത്യേകിച്ച് അപേക്ഷിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും നമ്മളെ മണികണ്ഠനെ ബ്ലോക്കിൽ നിന്ന് മത്സരിക്കുന്ന മണികണ്ഠന് വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഒരു അപേക്ഷയോടെ പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു. നന്ദി. നമസ്കാരം. എൻ്റെ പേര് ഷിമി മോഹനാണ്. ഞാൻ ഈ ചൗളൂർ വാർഡിൽ ഞാൻ ജനിച്ചത് വളർന്നതെല്ലാം ഈ ചൗളൂർ വാർഡിലാണ്. എൻ്റെ കുടുംബം ഒരു 35 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന അംഗങ്ങളായിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഞാനാണ് വേർതിരിഞ്ഞ് ആദ്യമായിട്ട് BJP എന്നൊരു പ്രസ്ഥാനത്തിലോട്ടും വന്നത്. അതിന് കാരണം നമ്മളെ മണികണ്ഠൻ ചേട്ടൻ തന്നെയാണ്. നമ്മളെ ചൗളൂർ ഡിവിഷനിൽ നമ്മളെ പുളിയറക്കോണം ഡിവിഷനിൽ നിൽക്കുന്ന ബ്ലോക്കിൽ നിന്ന് മത്സരിക്കുന്ന മണികണ്ഠൻ ചേട്ടൻ തന്നെയാണ് അതിന് കാരണം കോവിഡ് സമയത്ത് എൻ്റെ കുടുംബം ദാരിദ്ര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും പിന്നെ അതേപോലെ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ഏപ്രിലിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ വന്ന് കിടന്ന സമയത്തും എല്ലാം ഞങ്ങൾ ഒരു പാർട്ടി ഒന്നും നോക്കാതെ ഞങ്ങളെ വീട്ടിൽ വന്ന് സഹായിച്ചു. ഞങ്ങളോട് ചോദിക്കുക പോലും ചെയ്യാതെ ഞങ്ങളെ വീട്ടിൽ വന്ന് സഹായിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾ പൂർണ്ണ നന്ദിയോടെയാണ് എപ്പോഴും സ്മരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഉറപ്പായിട്ട് ഈ വാർഡിന് വേണ്ടി അല്ലെങ്കിൽ ഈ ബ്ലോക്കിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പാണ്. കാരണം ഇവിടെ ഇപ്പം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് കോൺഗ്രസ്സുകാരനാണെന്നോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നോ ഒരു BJPക്കാരനാണെന്നോ ആരെന്നോ ഒരു ജാതി മതഭേദം ഒന്നും നോക്കാതെയാണ് അദ്ദേഹം സഹകരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ അദ്ദേഹത്തിനെ വോട്ട് കൊടുക്കുകയുള്ളൂ. നിങ്ങളെ വോട്ട് അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം. കാരണം നമ്മളെ ബ്ലോക്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണം. നമ്മളെ ഈ നാട് എങ്ങനെയെങ്കിലും ഒരു മാറ്റം വന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് പുളിയറക്കോണം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന മണികണ്ഠൻ ചേട്ടന് നിങ്ങളെ വോട്ട് ഞാൻ അപേക്ഷിക്കുന്നു. മണികണ്ഠൻ എന്നെ വോട്ട് ചെയ്യണം. മണികണ്ഠൻ തന്നെ വിജയിക്കണം. നമസ്കാരം. എൻ്റെ പേര് ശാലിനി. ഞാൻ വേറൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ഇപ്പം ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ BJP പാർട്ടിയിലോട്ട് വരികയുണ്ടായി. പിന്നെ മണികണ്ഠനെ പറ്റി പറയുമ്പോൾ അണ്ണൻ നല്ലൊരു വ്യക്തിയാണ്. ഏതൊരാവശ്യത്തിനും ജാതി മതം നോക്കാതെ തന്നെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലും ഓരോ ആവശ്യത്തിനും ഏതൊരു കാര്യത്തിനും ഓടിയെത്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നേമം ബ്ലോക്ക് പുളിയറക്കോണം ഡിവിഷനിൽ മത്സരിക്കുന്ന മണികണ്ഠനെ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. BJPയിൽ നിന്നും ഇലക്ഷന് നിൽക്കുന്ന മണികണ്ഠൻ ജയിപ്പിക്കണം. നാട്ടിലേക്ക് ഞങ്ങൾക്ക് നല്ലത് ചെല്ലുന്ന ഒരു കുട്ടിയാണത്. അതുകൊണ്ട് അത്രയും സ്നേഹത്തോടെ ഞാൻ പറയുകയാണ് മണികണ്ഠനെ വിജയിപ്പിക്കണമെന്ന്. എന്ത് കാര്യം വന്നാലും ഞാനും എനിക്ക് ഒരു രോഗിയായ മോനുമുണ്ട്. ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ കിടക്കുകയാണ്. ആ കുട്ടി വന്ന് ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് ദയവായി ആ കുട്ടിയെ നല്ല ഇതോടും കൂടി വിജയിപ്പിക്കണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ചോദിച്ച് പലരും പറഞ്ഞുണ്ട്. നമുക്കറിയാമെന്നുള്ള വ്യക്തി ഉള്ളത് ഇവിടെ അടുത്തുള്ള മണികണ്ഠനാണ്. താമരയ്ക്കാണ് കൊടുക്കുന്നത്. ഞങ്ങൾ 3 പേര് 3 വോട്ടുണ്ട്. ഞങ്ങൾക്ക് 3 പേര് വോട്ടും താമരയ്ക്കാണ് കൊടുക്കുന്നത്. അറിയാമെന്നുള്ള വ്യക്തി ആയതുകൊണ്ട് നമുക്ക് നാട്ടിലേക്കുള്ളതും അയൽവക്കത്തുള്ളതും എല്ലാം ഇതായതുകൊണ്ട് നമ്മൾ അവരൊക്കെയാണ് കൊടുക്കാൻ തീരുമാനിച്ചു. പുളിയറക്കോണം ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന തനിക്ക് വിജയപ്രതീക്ഷയുണ്ടെന്ന് മണികണ്ഠൻ പറഞ്ഞു. എന്തായാലും ജനങ്ങളോടൊപ്പം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമസ്കാരം. എൻ്റെ പേര് ചുവള്ളൂർ മണികണ്ഠൻ. ഞാൻ നേമം ബ്ലോക്കിൽ പുളിയറക്കോണം ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞാൻ ഒരു എക്സ് സർവീസ്മാനാണ്. 2019 ആർമിയിൽ സേവനം അനുഷ്ഠിച്ചിട്ട് പെൻഷൻ വന്നത്. അതിനുശേഷമുള്ള എൻ്റെ ഈ കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെത്തിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. എന്നാൽ കഴിയുന്ന നിരവധി ചെറുതും വലുതുമായ പല ക്ഷേമ പ്രവർത്തനങ്ങളും ഞാൻ എൻ്റെ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇടതും വലതും മാറി മാറി ഭരിച്ച്
ഇന്ന് വികസനം മുരടിച്ചു നിൽക്കുന്ന ഈ പുളിയറക്കോണം ഡിവിഷനെ മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടായ വികസിത ഭാരതം, വികസിത കേരളം, അതോടൊപ്പം വികസിത പുളിയറക്കോണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ സ്വപ്നം കാണുന്ന എൻ്റെ നാടിൻ്റെ വികസനം അത് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ നേടിയെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒറ്റയ്ക്ക് പ്രവർത്തിച്ചാൽ ഒന്നും എവിടെയും എത്തില്ല എന്ന് എനിക്കറിയാം. ഒരു രാഷ്ട്രീയ പാർട്ടിയിലൂടെ തന്നെ അത് നേടണം. അതിന് BJP തന്നെയാണ് ഏറ്റവും ബെറ്റർ. BJPക്ക് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യണം, അതിലൂടെ എന്നെ വിജയിപ്പിക്കണം. എന്നിലൂടെ ഈ പുളിയറക്കോണം ഡിവിഷൻ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കിയെടുക്കണം. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ട് എനിക്ക് തരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.